ഹലോ. അപ്പൊ ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു ക്യാറ്റസ് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഒരു കുഞ്ഞു ചട്ടിയിലൊക്കെ ഉണ്ടാവില്ലേ, ചെറുതായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ക്യാറ്റസ്. അപ്പൊ അതേ രൂപത്തിലുള്ളത് നമ്മൾ പേപ്പർ വെച്ച് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ദാ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ദാ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതിൽ നിന്നാണ് നമ്മൾ ക്യാറ്റസ് വെട്ടിയെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതുപോലെ നിവർത്തി കൊടുത്തിട്ട് ഇതുപോലെ സിക്സാക്ക് പോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് ക്യാറ്റസിന്റെ രൂപം ഇങ്ങനെ വരച്ചെടുക്കുകയാണേ. അപ്പോൾ ക്യാറ്റസിന്റെ ഒരു ഹാഫ് പോർഷൻ ആണ് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പോൾ ഈ സിക്സാക്ക് പോലെ മടക്കിയേക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് എടുത്തിട്ടാണ് കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അതേ രീതിയിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് അടുത്തതിലേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടില്ലേ, അത് വെച്ച് വരച്ചിട്ട് വേണം ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ വെട്ടിയത് വലിയ ഒരു ക്യാറ്റസിന്റെ രൂപമാണ്. ഇനി നമുക്കൊരു ചെറുതും കൂടി വേണം, ഒരു വലുതിൻ്റെ അടുത്തൊരു കുഞ്ഞും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പർ എടുത്തിട്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ സിക്സാക്ക് പോലെ മടക്കിയിട്ട് ഒരു കുഞ്ഞു ക്യാറ്റസ് ഇങ്ങനെ വെട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെതാ അത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയതാ ആദ്യത്തെ ഒരു ലീഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇതൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പശ തേച്ച് കൊടുത്തിട്ട് അടുത്തതാ ഇതേപോലെ തന്നെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ പശ തേച്ച് കൊടുക്കുക. അടുത്തതെടുത്ത് വെക്കുക. ദാ ഈ ഒരു മൂലയില്ലേ, അത് കറക്റ്റായിട്ട് വെച്ച് ഒട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്യാറ്റസിന്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും. അങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അത് ഫുള്ള് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതുപോലെ പശ തേച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് വരുന്ന ആ ഒരു ഭാഗമില്ലേ, അവിടേക്ക് ഇതുപോലെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇതളുകളൊക്കെ ഒന്നിങ്ങനെ വിടർത്തി വിടർത്തി കൊടുക്കാം കേട്ടോ. ഈ ഇടയിലൊക്കെ ഇങ്ങനെയൊക്കെ ചിലതൊക്കെ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് ഒന്ന് വിടർത്തി കൊടുക്കാവേ. ഇനി അതേ മെത്തേഡിൽ തന്നെ ആ ചെറിയ ക്യാറ്റസ് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഒരു സൈഡിൽ പശ തേച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ കൂട്ടി ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്യാറ്റസും റെഡിയായേ. അതും അതുപോലെ തന്നെ പതുക്കെ നിവർത്തിയൊക്കെ കൊടുക്കുക. ഇനി നമുക്ക് വേറൊരു കളർ പേപ്പർ വേണം. ഞാൻ ഒരു പർപ്പിൾ കളർ പേപ്പറാണ് കേട്ടോ എടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം. ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ സർക്കിളുകൾ ഇങ്ങനെ പല വലിപ്പത്തിൽ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് എന്തിനാ വെച്ചാൽ ക്യാറ്റസ് നിൽക്കുന്ന ഒരു ചട്ടി ഇല്ലേ, ആ ചട്ടി ആക്കാനായിട്ടാണേ. പെൻസിൽ വെച്ച് റൗണ്ട് വരച്ചു കൊടുത്തു. ഇനി അതിനുള്ളിലേക്ക് നമുക്ക് പല കളറുകൾ അടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ബ്ലൂ അടിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ റെഡ് അടിക്കുന്നുണ്ട്, ബ്രൗൺ അടിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനും വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഡിസൈൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും സർക്കിളാണല്ലോ വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് ചുറ്റും ഒരു ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിനൊരു ഭംഗി വരുള്ളൂ. ഇനി കുറച്ച് വലുപ്പമുള്ള എന്തെങ്കിലും മൂടി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എടുത്തോ. അതിലേക്ക് ഇതുപോലെ പശ തേച്ച് കൊടുക്കാം. ഈ ഒരു പശ തന്നെ മതിയാവും, കാരണം പേപ്പർ ഒട്ടാനല്ലേ, വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി ആ പേപ്പറിന്റെ സൈഡിലും കുറച്ച് പശ തേച്ചിട്ട് നമ്മൾ ആ മൂടിയിലേക്ക് ആ പേപ്പർ ഒന്ന് പതുക്കെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ശ്രദ്ധയോടുകൂടി ഒട്ടിക്കണം, കാരണം ഒരു ഇച്ചിരി പാടാണ്. ഇത് കയ്യിലങ്ങോട്ട് ഇരിക്കണില്ല, അവിടെ താഴത്തേക്ക് വീണൊക്കെ പോവാണ്. പിന്നെ ഒട്ടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിന്നോളും, വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അതിന്റെ ലാസ്റ്റ് കുറച്ചുകൂടി പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇത് ഒട്ടിക്കാൻ ഒരു വശം കിട്ടണില്ല കേട്ടോ. ഏത് രീതിയിൽ ഒട്ടിക്കണം, ഇത് എങ്ങനെ ഒട്ടിച്ചാലാണിത് കറക്റ്റായി കിട്ടുക, ഒരു ടെൻഷനാണ് ഇത് ഉണ്ടാക്കുമ്പോ ഒക്കെ. ഇനി ഒട്ടിക്കുന്നത് കറക്റ്റ് ആയില്ലെങ്കിൽ പോയില്ലേ. പിന്നെ ഒരു ചെറിയൊരു പിങ്ക് കളർ പേപ്പറും കൂടി വേണം കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ക്യാറ്റസും ഒരു കുഞ്ഞു പൂ ഉണ്ടാവില്ലേ, അതുണ്ടാക്കാനാണ്. നമ്മുടെ പേപ്പർ ഒരു സ്ക്വയർ പീസിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് ഒന്ന് ഈ ഒരു കോൺ രീതിയിലൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ പൂ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതി തന്നെ, വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു 2 എണ്ണം നമുക്ക് വെട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് പതുക്കെ വിടർത്തി നോക്കാം. അത് പകുതി വിടർത്തിയിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ആ കപ്പില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വേസ്റ്റ്, ആ വെട്ടിയതിൻ്റെ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തു. അടിയിൽ മുകളിൽ ടിഷ്യൂ പേപ്പർ നിറച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ക്യാറ്റസിലേക്ക് പൂവില്ലേ, അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
മുകളിലൊക്കെ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, നമ്മൾ ആ ഒട്ടിച്ചതിൻ്റെ ഒരു ഗ്യാപ്പില്ലേ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ആ ചെറിയ കാക്ടസിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ കാക്ടസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അതിന് പശ തേച്ചിട്ട് ആ ടിഷ്യൂ പേപ്പറിന്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് നിൽക്കുന്നില്ല, അതൊരു ചെറിയൊരു മണ്ടത്തരായി പോയി. എന്നാലും കുഴപ്പമില്ല, ചെറുതായിട്ട് നിന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആ ചട്ടിയില്ലേ, ആ ചട്ടിക്ക് കുറച്ച് പൊക്കം കൂടുതലാണ്. അപ്പോൾ അതൊരു കുറച്ചും കൂടി ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കാണാനായിട്ട് ഭംഗിയുണ്ടാവും. പിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനി അത് കുറയ്ക്കണമെങ്കിൽ ഇനി അടുത്ത പണി നോക്കണമല്ലോ. അപ്പൊ അതാ ഓരോ കട്ടിങ് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സൈഡ് വശില്ലേ അതൊക്കെ ഒരു കുറച്ചും കൂടി കാണാനായിട്ട് ഭംഗിയുണ്ടാവും. പിന്നെ ആ കാക്ടസ് കുത്തി വെച്ച് കൊടുക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് എടുക്കുകയാണ് കേട്ടോ. എന്നാലാണ് അത് നിൽക്കുള്ളൂ, അല്ലാതെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ താഴത്തേക്ക് വീണുന്നിരിക്കും. അപ്പോൾ ഞാൻ ഇതാ രണ്ടെണ്ണത്തിലും ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അത് ആ ടിഷ്യൂ പേപ്പറിലേക്ക് കുത്തി ഇറക്കിയിട്ട് അത് വെച്ച് കൊടുക്കാനേ. ഇനി കുറച്ച് തെർമോക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എന്തോ ഒരു DNA പോലെ ഉണ്ടല്ലേ, അത് പശയായിട്ട് എന്തോ ഒട്ടിപ്പിടിച്ചിരുന്നിട്ടുള്ളതാണ്. അത് നമ്മൾ ഈ ചട്ടിയിലേക്ക് നിറച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതാ നമ്മുടെ പേപ്പർ കൊണ്ടുള്ള കാക്ടസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഇത് കാണാനായിട്ട്? ശരിക്കും പറയട്ടോ, സത്യം പറഞ്ഞ പേപ്പർ കൊണ്ട് ഇത്ര ഭംഗിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ നമ്മുടെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേബിൾ ഡെക്കറാണ് കേട്ടോ ഇത്. അപ്പൊ എങ്ങനെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.